നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലെ മനസ്സിൽ നിങ്ങളോടുള്ള ലൈക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോഴത്തെ എന്ന് പറയുന്നില്ല, ഓവറോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ട് അവർക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, അങ്ങനത്തെ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടോ അവർക്ക്? എന്താണ് അവരുടെ തോട്ട്സ് എന്നെടുക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനോ കറണ്ട് എനർജിയോ ഒന്നുമല്ല, ജസ്റ്റ് ഓവറോൾ നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ ആലോചിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം, റൊമാൻറ്റിക് ഫീലിങ്സ് എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെറുതെ സിമ്പിളായിട്ട്, എപ്പോഴും സീരിയസ് ആയിട്ട് നമ്മളെന്തിനാ. ഓക്കെ, സോറി. ഓക്കെ, ഗ്രേറ്റ്. ഇവിടെ നിങ്ങളുമായിട്ട് മേ ബി ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം പേഴ്സൻ്റെ. ഓക്കെ, പേഴ്സൺ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇവിടെ ലൈക്ക് സെപ്പറേഷൻ്റെ കാണുന്നുണ്ട് എനിക്ക്, എൻഡിങ് എന്ന രീതിക്ക് ഓൾമോസ്റ്റ് മേ ബി സിറ്റുവേഷൻ എൻഡ് ആയ പോലെ നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ ബ്ലോക്ക് കാണുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിച്ച് കാണാം ചിലപ്പോൾ പേഴ്സണിനോട്, അങ്ങനെയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ഒരു നിങ്ങൾ തമ്മിൽ ചില എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കാണാൻ ടവർ കാർഡാണ് ഇവിടെ. പക്ഷേ ഇവിടെ ടവർ കാർഡ് വന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഓക്കെ, ബിക്കോസ് അതിനുശേഷം ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ എനിക്ക് ലൈക്ക് നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ നടന്നിട്ടുണ്ടെങ്കിലും, ഓക്കെ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു റിന്യൂവലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വളരെയധികം അവർക്ക് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ആ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷനൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു തകർച്ച വന്നു, പക്ഷേ ഈ തകർച്ച വരുമ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ എന്താണോ നല്ലതല്ലാത്തത് അതാണ് എൻഡായി പോകുന്നത്. ഓക്കെ, അതങ്ങനെ അത് നല്ലതാണ്, ബിക്കോസ് അങ്ങനെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം, നമ്മൾ തമ്മിലുള്ള ലൈക്ക് എന്തെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ മേ ബി ആ ഒരു ടവർ മൊമെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊന്ന് സെപ്പറേറ്റ് ആകുമ്പോഴായിരിക്കും ചില തിരിച്ചറിവുകൾ വരാം. ഓക്കെ, ആ തിരിച്ചറിവ് ഇവിടെ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു റിന്യൂവൽ വരുന്നത്, റീബർത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ ചില സിറ്റുവേഷൻസ് എൻഡായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അവർ എത്രയും വേഗം തിരിച്ചു വരും. ആക്ച്വലി ഇവിടെ ചാരിറ്റ് കാർഡാണ്. ചാരിറ്റ് കാർഡ് ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് വിളിക്കാം. ഓക്കെ, അവർ വരും, എത്രയും ഫാസ്റ്റായിട്ട് തന്നെ വരും. ആൻഡ് ആ വരുന്നത് അവർ ഏസ് ഓഫ് പെന്റിക്കിൾസും കൊണ്ടാണ്. ഓക്കെ, ഒന്ന് സോറി പറഞ്ഞ് വരുന്നു എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നു എന്ന് പറയാം. ബ്ലോക്ക് മാറ്റും തീർച്ചയായിട്ടും. ഓക്കെ, ബ്ലോക്ക് മാറ്റിയിട്ട് അവർ നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, ഫീലിങ്സ് അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇമോഷൻസ് അവർക്ക് ആക്ച്വലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ വിട്ട് മാറിയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വില തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഉള്ളിൽ ശരിക്കും നിങ്ങളോട് ആ ഫീലിങ്സ് ഡെവലപ്പ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും എൻ്റെ രണ്ട് ഏസ് വന്നിട്ടുണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് ഇവിടെ ഓക്കെ ഇങ്ങനെയും പറയാം, അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് അപ്രോച്ചുമായിട്ട് വരുന്നു എന്ന് പറയാം, നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നു എന്നും പറയാം. രണ്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, മേ ബി പേഴ്സൻ്റെ ഭാഗത്ത് തന്നെ രണ്ടും വരുന്നു, അങ്ങനെയും എടുക്കാം. ഓക്കെ, വേറെ എന്താണ് അവർ ഫീൽ ചെയ്യുന്നത്? റൊമാൻറ്റിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, ഗുഡ്, സ്ട്രെങ്ത്, 3 of Swords. അവർ നിങ്ങളെ വിട്ടുപോയ സമയത്ത് അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ ഒരു ഇടയിലൊരു കൺഫ്യൂഷൻ വന്നു നിങ്ങൾ തമ്മിൽ, ശരിയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട്, അതിപ്പോൾ എന്താ സിറ്റുവേഷൻ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൊരു ചോയ്സ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ആ കൺഫ്യൂഷനാണ് ഇപ്പോൾ മാറിയത്. ആ കൺഫ്യൂഷൻ ഇവിടുന്ന് മാറി വരുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ആരാണ് അവരുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. 8 of Wands നമ്മൾ കമ്മ്യൂണിക്കേഷനാണ്, മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന രീതിയിലാണ്. ഇത് ചാരിറ്റും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇതും ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് സ്ട്രെങ്ത് ഇനിയും റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ Queen of Wands എനർജി ഉണ്ട്. ആൻഡ് Ace of Swords അഗെയിൻ ഏസ് ആണ്. 3 ഏസ് വന്നു കഴിഞ്ഞു ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വരും. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, ക്ലാരിറ്റി പ്രതീക്ഷിക്കാം, എന്താണ് സിറ്റുവേഷൻ എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നൊരു സോറി പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, അത് നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ലൊരു എന്താ പറയുക റിലേഷൻഷിപ്പായിട്ട് ഇത് ഡെവലപ്പ് ആവാനാണ് പോകുന്നത്. വൺ ലാസ്റ്റ് കാർഡ്.
പ്ലാനിങ് ആൻഡ് ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ആലോചിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ അത് സോറി പെട്ടെന്ന് പറയാനൊരു മടി ഉണ്ടാവുമല്ലോ. ഓക്കെ, ബട്ട് എന്തായാലും ഇവിടെ ആക്ഷൻ എനിക്ക് കാണുന്നുണ്ട്, ക്ലാരിറ്റി കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറെ കൂടി ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഞാനതാ പറഞ്ഞു, ചില സമയത്ത് നമ്മുടെ തകർച്ചകൾ വന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ വീണ്ടും നിങ്ങൾ അടുക്കുമ്പോൾ അത് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇനിയും പക്ഷെ പഴയ സൈക്കിൾസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതുവരെ എന്തായിരുന്നോ ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് പിന്നെ റിപ്പീറ്റ് ആവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ലൈക്ക് പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആയിട്ട് നിന്നില്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ലേ, അങ്ങനെ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ആദ്യം തൊട്ടേ ഇനി ശരിയാക്കണം. ഓക്കെ, അതാണ് ഇനി അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ ആ ഒരു ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയാൻ പഠിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ എന്താ ഈ ടവർ നടന്നതിൻ്റെ ഒരു കാര്യമേ ഇല്ലാതായി പോകും. അവിടെ തകർത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അവസരം തരാണ് റീബിൽഡ് ചെയ്യാൻ. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവസരം തരുവാണ്. സോ ഇത് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടി പക്ഷെ നിങ്ങൾ സംസാരിച്ച് ഇനി പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് എന്താ വേണ്ടത്, എങ്ങനെ വേണം, രണ്ടുപേരും കേട്ടോ, ഒരാൾ മാത്രമല്ല. ഒരാൾ അവർ ഫുള്ളായിട്ട് ഇങ്ങോട്ട് താണു തരണം എന്നൊന്നുമല്ല, നിങ്ങളും അങ്ങോട്ട് താണു കൊടുക്കരുത് ഫുള്ളി. ഓക്കെ, രണ്ടുപേരും പരസ്പരം ഓക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാനും രണ്ടാളുടെയും ഒരു സന്തോഷങ്ങൾ ഇവിടെ മാറ്ററാണ് അല്ലേ, ആ രീതിക്ക് കൊണ്ടുപോകണം. എല്ലാം കൂടി വീണതാണ്, ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സന്റെ മെസ്സേജസും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാം. പേഴ്സന്റെ ഫീലിങ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്, എംപറർ ആൻഡ് ടു ഓഫ് പെന്റിക്കിൾസ്. യെസ്, ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് ഇവിടെ വീണ്ടും ഉണ്ട്. ഓക്കെ, ഞാനതൊന്ന് സ്റ്റോറി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വേണം തീർച്ചയായിട്ടും. ഓക്കെ, അവർക്ക് ഐ വോണ്ട് യു സോ ബാഡ്ലി എന്നാണ് പറയുന്നത്. ഐ എം അട്രാക്റ്റഡ് ടു യു, ഐ വോണ്ട് കം ടുവേർഡ്സ് യു എന്ന രീതിക്കാണ് പറയുന്നത്. അവർ വരും തീർച്ചയായിട്ടും, കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും. ഐ എം പ്ലാനിങ് ഓൺ ഹൗ ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഐ എം വർക്കിംഗ് ഹാർഡ് സോ ദാറ്റ് ഐ ക്യാൻ ഫുൾഫിൽ ഓൾ യുവർ വിഷസ്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്, വർക്കിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ആ വർക്ക് ചെയ്യുന്ന പക്ഷെ അവർ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ദാറ്റ് അവർ നല്ല രീതിക്ക് ചിലപ്പോൾ ഫൈനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരാമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം. എനിക്ക് എംപററും ഉണ്ട് ഇവിടെ. ഐ നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു, ഹെൻസ് ഐ ഡിസൈഡ് ഫോർ യു. ഐ വിൽ ഓഫർ യു ലോയൽറ്റി, സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. ദാറ്റ് ഫോർ മീ ഈസ് ലവ്. ഓക്കെ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എംപറർ പറയുമ്പോൾ ലേശം ഒരു ഈഗോ കൂടി വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അവർ ഈഗോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് എന്ന് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചൊരു ഈഗോയിസ്റ്റിക് ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു മാരേജ്, ഫാമിലി, സ്റ്റെബിലിറ്റി, കമ്മിറ്റ്മെന്റ് ഒക്കെ തരണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ടു ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, ടു ഓഫ് വാൻഡ്സും ഉണ്ട്. ചെറിയ കൺഫ്യൂഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നും ആലോചിക്കുന്നുണ്ട്. ആൻഡ് ദർ ഇസ് സോ മച്ച് ഹാപ്പനിങ് ഇൻ ദെയർ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഒരു ലേശം കൺഫ്യൂസ്ഡുമാണ് അവരിപ്പോൾ. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത്. അത് വിട്ട് കളഞ്ഞേക്കുക. ആൻഡ് ഇവിടെ വേണ്ട, ഞാൻ വേറെ കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലെ ഫീലിങ്സ്, എംപ്രസ്, വാവ്, 6 of cups and one more devil. Sorry. Okay. I feel this deep sensual bond with you. Our relationship has a potential for deep love, commitment and passion, growth and abundance. Okay, ഇവിടെ എംപററും എംപ്രസും വന്നു. സോ അവിടെ തന്നെ നമുക്ക് കപ്പിളായിട്ടാണ് കാണുന്നത്. സോ നിങ്ങളെ അവർ, ഞാൻ പറഞ്ഞ പോലെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ടാണ് അവർ കാണുന്നത്. മാരേജ് ചെയ്യാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തരാം, നിങ്ങളുടെ ലൈഫിൽ അത്രയും ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഫാമിലി ആയിട്ട് കൂടെ വേണം എന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് നിങ്ങളുമായിട്ടൊരു ബോണ്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ഹവ് നോൺ യു ഫ്രം ബിഫോർ, ഫ്രം മെനി ലൈഫ്സ് ബിഫോർ. അത് ഇത് ആക്ച്വലി 6 of cups നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കാർഡാണ്. എനിക്ക് നമ്മൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ എവിടെയോ മുമ്പേ അറിയാം എന്ന രീതിക്ക് അവർക്ക് ഫീലിംഗ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡെവിൾ ഉണ്ട്. പക്ഷേ ഐ ഫീൽ ലസ്റ്റ് ഫോർ യു, ഐ ഹാവ് പവർ ഓവർ യു, ഐ കൺട്രോൾ യു വിത്ത് മൈ പാഷൻ. ഓക്കെ, ഇറ്റ് മേ ബി പാസ്റ്റിൽ എനർജി ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി ഇതിനെ ഒരു ജസ്റ്റ് ഒരു ഫ്ലർട്ടിങ് നേച്ചറിൽ എടുത്ത് കാണാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ വലിയ സീരിയസ് ആയിട്ട് എടുത്ത് കാണില്ല. ഓക്കെ, ബട്ട് അവർ അറ്റാച്ച്ഡ് ആയിട്ട് വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് നിങ്ങളോടൊരു അത്രയും ഡീപ്പായിട്ടൊരു ഫീലിങ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പം അവർ ചിന്തിക്കുന്നത് എംപ്രസ് ലെവലാണ്. ഓക്കെ, ഡബിൾ എനർജി ഉണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, നിങ്ങളോട് ആ സെക്ഷൽ പാഷൻ കൊണ്ടായിരിക്കാം അടുത്തത്, സെക്ഷൽ അട്രാക്ഷൻ കൊണ്ടായിരിക്കാം അടുത്തത്, നിങ്ങൾ തമ്മിൽ കൂടുതലും അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ ലെവലായിരുന്നിരിക്കും. ബട്ട് ഇപ്പോൾ അവർക്ക് അത് ഡെവലപ്പായിട്ട് ആസ് എംപ്രസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാരേജ് എന്ന രീതിക്ക് അല്ലെങ്കിൽ കമ്മിറ്റഡ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ യെസ്, അപ്പോൾ അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഓക്കെ, അവർ ചെയ്തതിലും മിസ്റ്റേക്സിലൊക്കെ അവർക്ക് സങ്കടം ഉണ്ടിട്ട് അവർക്കൊരു സാഡ്നെസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ മിസ്റ്റേക്സ് അവർ കറക്റ്റ് ചെയ്യാൻ വരും എന്നുമാണ് കാണുന്നത്. എന്തായാലും ഇവിടെ പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.